പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ്, പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത്. ഇനി നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഫോർ ഡിറ്റർമിനിങ് സ്ട്രെസ്സസ് ഓൺ ആൻ ഒബ്ലീക്ക് സെക്ഷൻ. ഒബ്ലീക്ക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റാൻഡം സെക്ഷൻ ഒരു ബോഡിയിലുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു 2 ഡയമെൻഷണൽ, നമ്മൾ 3 ഡയമെൻഷനല്ല കേസല്ല എടുക്കുന്നത്, ഒരു 2 ഡയമെൻഷണൽ കേസാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു 2 ഡയമെൻഷണൽ ബോഡിയുണ്ട്. ഓക്കെ, അപ്പം അതിലൊരു ഒബ്ലീക്ക് സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ എടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ലീക്ക് സെക്ഷൻ, ഇതാണ് ആ ഒബ്ലീക്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡും മറ്റത് ഗ്രാഫിക്കൽ മെത്തേഡുമാണ്. അനലിറ്റിക്കൽ മെത്തേഡ് ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർമുലാസ്, മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ച് സിഗ്മ എന്നും സിഗ്മ ടിയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ട് സിഗ്മ എന്നും സിഗ്മ ടിയും, അതായത് നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും ഈ ഒബ്ലീക്ക് പ്ലെയിനിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡാണ് മോർസ് സർക്കിൾ മെത്തേഡ് എന്ന് പറയും. ഗ്രാഫിക്കൽ മെത്തേഡ് അത് മോർസ് സർക്കിൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ വിൽ സ്റ്റഡി ലേറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അനലിറ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, അനലിറ്റിക്കൽ മെത്തേഡ് ഇൻ 2 ഡയമെൻഷണൽ ബോഡി ടു ഡിറ്റർമിൻ നോർമൽ സ്ട്രെസ് ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ്, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഒരു 2 ഡയമെൻഷണൽ ബോഡിയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഡയമെൻഷണൽ ബോഡിയിൽ 2 ഫോഴ്സസ്, ഇവിടെ P1 എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇവിടെ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് P2 എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ P1 എന്ന് പറയുന്നത് ഈ സർഫസ്, ഈ ബോഡിയെ നമ്മൾ ABCD എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, ഈ പ്ലെയിനിന് FC എന്ന് ഒരു പ്ലെയിൻ വരച്ചു, അത് FC എന്നാണ് ആ പ്ലെയിൻ്റെ പേര്. ഓക്കെ, ഫോഴ്സസ് ഏതൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? BC എന്ന സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് P1 ആക്ട് ചെയ്യുന്നു, DC എന്ന സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് P2 ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ABയിൽ P2 ഉണ്ട്, ADയിൽ P1 ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ആക്ട് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലറായിട്ടുണ്ട്, അവിടെ നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഒരു പ്ലെയിൻ, അതിനെന്ത് പറയുന്നു? ഒബ്ലീക്ക് പ്ലെയിൻ എന്ന് പറയുന്നു. ഈ ഒബ്ലീക്ക് പ്ലെയിൻ എടുക്കുമ്പം പ്ലെയിൻ എന്താണ് പറയുന്നത്? ഒബ്ലീക്ക് പ്ലെയിൻ, OBLIQUE. ഈ ഒബ്ലീക്ക് പ്ലെയിൻ എടുക്കുമ്പം അവിടെ P1 എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ നോർമൽ കോമ്പണൻസും വരും, ടാൻജൻഷ്യൽ കോമ്പണൻസും വരും. അതുപോലെ P2 എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ നോർമൽ കോമ്പണൻസും വരും, ടാൻജൻഷ്യൽ കോമ്പണൻസും വരും. അപ്പോൾ P1 എന്ന് പറയുന്ന ഫോഴ്സ് BC എന്ന സർഫസിൽ നോർമലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നോർമൽ സ്ട്രെസ് ഉണ്ടാകും. അതിനെയാണ് സിഗ്മ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് സിഗ്മ 1, അതുപോലെ ഇവിടെ സിഗ്മ 1. അതുപോലെ P2 കൊണ്ട് CD എന്ന സർഫസിലുണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സിനെ സിഗ്മ 2 എന്ന് പറയുന്നു. അതുപോലെ ABയിലും എന്തുണ്ടാകും? സിഗ്മ 2. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമ്മൾ FC ഒബ്ലീക്ക് പ്ലെയിന് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒബ്ലീക്ക് പ്ലെയിനിൽ ഈ ഒബ്ലീക്ക് പ്ലെയിൻ എന്ന് പറയുന്നത് അറ്റ് ആൻ ആംഗിൾ, ഈ ആംഗിൾ തീറ്റ വിത്ത് ദ സൈഡ് BC ആണ്. ഓക്കെ, BC എന്നുള്ള സൈഡിൻ്റെ തീറ്റ ആംഗിളിലാണ് FC എന്ന് പറയുന്ന ഒബ്ലീക്ക് പ്ലെയിൻ ഉള്ളത്. അപ്പോൾ P1 കൊണ്ടും P2 കൊണ്ടും ഈ ഒബ്ലീക്ക് പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സും ഉണ്ടാകുന്നു, ഷിയർ സ്ട്രെസ്സും ഉണ്ടാകുന്നു. അപ്പോൾ P1ന് ഒബ്ലീക്ക് പ്ലെയിന് പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും കോമ്പണൻസ് ഉണ്ട്. അതുപോലെ P2നും ഒബ്ലീക്ക് പ്ലെയിന് പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും കോമ്പണൻസ്. അപ്പോൾ P1 + P2 എന്ന് പറയുന്ന ടോട്ടൽ ഫോഴ്സ് FC എന്നുള്ള പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടുള്ള കോമ്പണൻ്റ് ഉണ്ട്, പാരലായിട്ടുള്ള കോമ്പണൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പം
P1-ൻ്റെയും P2-ൻ്റെയും ഫോഴ്സ് കൊണ്ട് P1 P2 എന്നീ ഫോഴ്സ് കൊണ്ട് എഫ് സി എന്ന പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് ഉണ്ടാകുന്ന കോമ്പണൻറ്റിനെയാണ് സിഗ്മ എൻ എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ എൻ, ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ളതിന് സിഗ്മ എൻ എന്ന് പറയുന്നു. അതുപോലെ പാരലായിട്ടുണ്ടാകുന്ന കോമ്പണൻ്റ് ഈ ഡയറക്ഷനാണെന്ന് കൺസിഡർ ചെയ്യുക, അതിനെ സിഗ്മ ടി എന്നും പറയുന്നു. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് സിഗ്മ എന്നിൻ്റെ ഫോമുലയും സിഗ്മ ടിയുടെ ഫോമുലയും മാത്തമാറ്റിക്കൽ ഫോമുല വെച്ച്, അതായത് അനലിറ്റിക്കൽ മെത്തേഡ് വെച്ച് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സിഗ്മ 1 എന്ന് പറയുന്നത് P1 മൂലം ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സ്, സിഗ്മ 2 എന്ന് പറയുന്നത് P2 മൂലം ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സ്, തീറ്റ എന്ന് പറയുന്നത് BC എന്ന സൈഡുമായിട്ട് ഒബ്ലിക് പ്ലെയിനുള്ള ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നോർമൽ സ്ട്രെസ്സ് സിഗ്മ എൻ ആക്ടിങ് ഓൺ ദ ഫേസ് എഫ് സി എന്ന് പറയുന്നത് ഇതാണ്. സിഗ്മ എൻ ഈക്വൽ ടു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ. ഇതാണ് ഫോമുല, സിഗ്മ എന്നിൻ്റെ ഫോമുല. അത് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നു ഇവിടെ. ഇനി അപ്പോൾ സിഗ്മ ടി എന്താണ്? ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് എന്താണ്? അവിടെ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ഏരിയ, ടാൻജൻഷ്യലായിട്ടുള്ള ആ ഏരിയ എഫ് സി ഏരിയ ആണ്. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റയാണ്. സൈൻ 2 തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ ആർ എന്ന് പറയും. സിഗ്മ ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എൻ സ്ക്വയർ പ്ലസ് സിഗ്മ ടി സ്ക്വയറാണ്. ഓക്കെ, അപ്പം സിഗ്മ എൻ എന്ന് പറയുന്നതും സിഗ്മ ടിയുടെയും റിസൾട്ടൻ്റാണ് സിഗ്മ ആർ. അപ്പം ഇപ്പം അതിൻ്റെ ആംഗിള് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതായത് ഇതിപ്പം സെയിം ഫിഗറാണ്. ഓക്കെ, അവിടെ ഇതാണ് ഒബ്ലീക്ക് പ്ലെയിൻ. അവിടെ സിഗ്മ എൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണ് സിഗ്മ എൻ എന്നിരിക്കട്ടെ. ഇനി സിഗ്മ ടി എന്ന് പറയുന്നത് പാരലായിട്ടും ആക്ട് ചെയ്യുന്നു. അതായത് ഇങ്ങനെയാണ് സിഗ്മ ടി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എവിടെ വരും? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരും. ഓക്കെ, ഇതാണ് റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ആർ. ഈ സിഗ്മ ആറ് സിഗ്മ എന്നുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. ഓക്കെ, അപ്പം ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇത് സിഗ്മ ടി ആണെങ്കിൽ ഈ സൈഡും സിഗ്മ ടി ആണ്. ഇതിന് പാരലായിട്ട് വരച്ചു. അപ്പം ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് ഈ സൈഡ് സിഗ്മ ടി ആണല്ലോ. അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? സിഗ്മ എൻ. ഇത് സിഗ്മ എൻ. ഓക്കെ, അപ്പോൾ സിഗ്മ ടി ബൈ സിഗ്മ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഫൈ ആണ്. അപ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു സിഗ്മ ടി ബൈ സിഗ്മ എൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? റിസൾട്ടൻ്റ് സ്ട്രെസ്സിൻ്റെ ആംഗിള് കാൽക്കുലേറ്റ് ചെയ്യാം. റിസൾട്ടൻ്റ് സ്ട്രെസ്സ് സിഗ്മ എന്നുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫൈക്ക് പറയുന്ന പേരാണ് ഒബ്ലിക്വിറ്റി എന്ന് പറയുന്നത്. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടൻറ്റ് വിത്ത് ദ നോർമൽ ഓഫ് ദ ഒബ്ലിക് പ്ലെയിൻ, അതിനെയാണ് ഒബ്ലിക്വിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഫൈയുടെ പറയുന്ന പേരാണ് ഒബ്ലിക്വിറ്റി. OBLIQUITY
ഒബ്ലിക്വിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് അത് കാണുന്ന ഒരു ഫോർമുലയുണ്ട്. അത് നമ്മൾ ഇനി കാണാൻ പോവാണ്. അതായത് ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ ടി ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ഇൻറ്റു സൈൻ 2 തീറ്റയാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫോർമുല എന്താണ്? സിഗ്മ ടി ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ഇൻറ്റു സൈൻ 2 തീറ്റ. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് വരണമെങ്കിൽ സൈൻ 2 തീറ്റ 1 ആയിരിക്കണം. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാക്സിമം ഷിയർ സ്ട്രെസ് അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പം മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് സിഗ്മ ടിയുടെ ഫോർമുലയാണ്. അപ്പം മാക്സിമം ഷിയർ സ്ട്രെസ് വരുമ്പം സൈൻ 2 തീറ്റ എന്താണ്? 1 ആയിരിക്കണം. അപ്പോൾ ഇത് മാക്സിമം. സൈൻ 2 തീറ്റ 1 ആവണമെങ്കിൽ 2 തീറ്റ എന്തായിരിക്കണം? 90 ഡിഗ്രി ഓർ 270 ഡിഗ്രി ആയിരിക്കണം. അപ്പോഴാണ് 2 തീറ്റ 1 ആവുന്നത്. അപ്പോൾ 2 തീറ്റ 90 ആകുമ്പോൾ തീറ്റ എത്രയായിരിക്കും? 90/2 45 ഡിഗ്രി ഓർ 270/2 135 ഡിഗ്രി. അതായത് ഏത് പ്ലെയിനിലാണ് ഷിയർ സ്ട്രെസ് മാക്സിമം എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ തീറ്റ, ഇപ്പം നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ തീറ്റ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ തീറ്റ 45 ആണെങ്കിൽ ഇറ്റ് വിൽ ബി മേക്കിംഗ് 45 ഡിഗ്രി ആംഗിൾ വിത്ത് ദ സൈഡ് CB. ഫോർ എക്സാമ്പിൾ ഇതാണ് ഈ ലൈൻ, ഇതാണ് 45 ഡിഗ്രിയുടെ ആംഗിൾ എന്നിരിക്കട്ടെ. ഇതാണ് 45 ഡിഗ്രിയുടെ ആംഗിൾ എന്നിരിക്കട്ടെ. അപ്പോൾ ഈ പ്ലെയിനിലായിരിക്കും എന്തുണ്ടാകുന്നത്? മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് വിൽ ബി ഓൺ ദിസ് പ്ലെയിൻ വിച്ച് ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദ BC സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ ഫോർമുല. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സൈൻ 2 തീറ്റ 1 ആക്കിയാൽ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. അത് എന്തായിരിക്കും? സിഗ്മ ടി മാക്സ് എന്ന് നമുക്ക് പറയാം. അത് ഇവിടെ സൈൻ 2 തീറ്റ 1 ആവും. എപ്പം? തീറ്റ 45 അല്ലെങ്കിൽ 135 ആകുമ്പോൾ സൈൻ 2 തീറ്റ 1 ആവും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ആയിരിക്കും. ഇതാണ് മാക്സിമം ഷിയർ സ്ട്രെസ്. യൂഷ്വലി മാക്സിമം ഷിയർ സ്ട്രെസ് എപ്പോഴാണ്? ഏത് ആംഗിളിൽ പ്ലെയിൻ വരുമ്പോഴാണ് അതിൽ മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത്? 45 ഡിഗ്രിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ സ്ട്രെസ് ആക്ടിങ് ഓൺ എ ഒബ്ലീക്ക് പ്ലെയിൻ്റെ ഫോർമുല. ടാൻജൻഷ്യൽ സ്ട്രെസ് ആക്ടിങ് ഓൺ എ ഒബ്ലീക്ക് പ്ലെയിൻ്റെ ഫോർമുല. പിന്നെ റിസൾട്ടൻ്റ് സ്ട്രെസ്സിൻ്റെ ഫോർമുല. പിന്നെ വാട്ട് ഈസ് ഒബ്ലിക്വിറ്റി, മാക്സിമം ഷിയർ സ്ട്രെസ് എന്നുള്ള കണ്ടീഷൻ, മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വീഡിയോ കിട്ടാൻ വേണ്ടി കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് വരും പുതിയ വീഡിയോ ഏതെങ്കിലും അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ.